നമസ്കാരം അമേരിക്ക. ന്യൂജേഴ്സിയിലെ ഗോൾഫ് ക്ലബിൽ അറ്റോർണിമാരുമായി ചില കേസുകളുടെ ചർച്ചയിൽ മുഴുകിയിരുന്ന ഡൊണാൾഡ് ട്രംപ് അതേസമയം ഫ്ലോറിഡയിലെ അദ്ദേഹത്തിന്റെ പ്രിയ വസതി മാറാലാഗോയിലേക്ക് ഇരമ്പിയെത്തിയ FBI ഉദ്യോഗസ്ഥർ തന്റെ വീട്ടിലേക്ക് FBI അതിക്രമിച്ചു കയറുകയായിരുന്നെന്നും ഇതുപോലൊരു ഗതി ഒരു പ്രസിഡന്റിനും വന്നിട്ടില്ലെന്നുമുള്ള ട്രംപിന്റെ പരിഭവവും അമേരിക്ക കേട്ടു. വൈറ്റ് ഹൌസിൽ നിന്ന് ട്രംപ് മാറേലാഗോയിലേക്ക് കൊണ്ടുപോയ രേഖകളുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് FBIയുടെ വെറും പ്രഹസനമെന്ന് ട്രംപ് അനുകൂലികൾ അഭിപ്രായപ്പെടുമ്പോൾ ട്രംപിന് ഇതൊന്നും കിട്ടിയാൽ പോരെന്ന് ട്രംപ് വിരോധികൾ. അമേരിക്കൻ മുൻ പ്രസിഡന്റിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്, അതും വൈറ്റ് ഹൌസിന്റെ അറിവില്ലാതെ. പൊതുവെ ദുർബലനെന്ന് അമേരിക്കൻ ജനത പ്രോഗ്രസ് കാർഡ് നൽകിയ ജോ ബൈഡന്റെ ഗ്രാഫ് വീണ്ടും താഴുമോ, അതോ അടുത്ത തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്ന ട്രംപിന് തിരിച്ചടിയാകുമോ റെയ്ഡ്? ട്രംപിനെതിരായ മറ്റു കേസുകൾ സുപ്രധാന വഴിത്തിരിവിലേക്കോ? വൈറ്റ് ഹൌസിന്റെ അറിവില്ലാതെ നടന്ന റെയ്ഡിൽ പ്രസിഡന്റ് ബൈഡന്റെയും കൂട്ടരുടെയും പ്രതികരണം എന്താവും? ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ തന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ താറുമാറാക്കാൻ ഉപയോഗിക്കുന്നുവെന്ന ട്രംപിന്റെ ആരോപണത്തിന് പിന്നിലെന്ത്? റെയ്ഡിനെ ഡൊണാൾഡ് ട്രംപ് എങ്ങനെ രാഷ്ട്രീയമായി നേരിടും? ട്രംപിന് ഒളിക്കാനുള്ളതെന്ത്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ആ രേഖകൾ എവിടെ? ഇന്നത്തെ എന്റെ അതിഥികൾ ആരോഗ്യ വിദഗ്ധയും സോഷ്യൽ വർക്കറുമായ ഡോക്ടർ നിഷ സുന്ദരഗോപാൽ, റിപ്പബ്ലിക്കൻ പാർട്ടി സപ്പോർട്ടറും ഫിലിം മേക്കറും ഇൻവെസ്റ്ററുമായ ടോം ജോർജ് കോലത്ത്, ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പറും ഡോണറും IT പ്രൊഫഷണലുമായ വിശാൽ ചെറിയാൻ, കോൺഗ്രസ് പാർട്ടി സപ്പോർട്ടറായ സാമുമൻ എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം സ്ഥിരം അതിഥി ടോം ജോർജ് കോലത്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. ശ്രീ ടോം ജോർജ് കോലത്ത്, ഞാൻ ഈ ഫേസ്ബുക്ക് പേജസ് ഒക്കെ നോക്കുമ്പോഴേ ടോമിൻ്റെ പേജിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ബുക്ക് റിലീസുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ പങ്കെടുത്തതിൻ്റെ ചില രേഖകളൊക്കെ കണ്ടു. അപ്പം ആ ഒരു കുടുംബവുമായി എന്തായാലും ചില വിവരങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു റെയ്ഡിനെ പറ്റി ടോമിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? താങ്ക് യു ക്രിസ്റ്റീന. ഡൊണാൾഡ് ജെ ട്രംപ് 47th അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരിച്ചു വരും എന്നതിന്റെ ഒരു ഭയമാണ് നമ്മൾ ഈ കണ്ട റൈഡ്. നമ്മളിപ്പം ഒരു ഈ ഇടയ്ക്ക് തന്നെ ഡൊണാൾഡ് ട്രംപ് ജൂനിയറുമായിട്ട് ഞാൻ പല പ്രാവശ്യം മീറ്റ് ചെയ്യുകയുണ്ടായി. എങ്കിലും അധികം ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മദർ മരിച്ചിട്ട് ഇപ്പൊ 2 വീക്സേ ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാല് ഡൊണാൾഡ് ട്രംപിന്റെ ഫസ്റ്റ് വൈഫ് ഇവാന ട്രംപ്. അങ്ങനെ അവരൊരു മോർണിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ വീട്ടിലേക്ക് ഒരു 30 FBI ഏജൻസ് വന്ന് കയറി ഒരു അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റിനെയോ അല്ലെങ്കിൽ വളരെ ക്രിമിനൽസിനെയോ അല്ലെങ്കിൽ അതുപോലെ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇരച്ചു കയറുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പറയാറുണ്ട് ബിഗർ പിക്ചർ. ഇവിടെ ബിഗർ പിക്ചർ അല്ല. ദിസ് ഇസ് റിയലി ലൈക്ക് എ ബുള്ളിയിങ് എ ഫോമർ പ്രസിഡന്റ്. In America, നമ്മൾ ഒരിക്കലും ഒരു പ്രസിഡന്റിനെയും ഫോമർ പ്രസിഡന്റ് എന്ന് പറയാറില്ല. We always say President Nixon, President Kennedy, President Obama, President Trump. അങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും ഫോമർ എന്ന് പറയാം. അത്രമാത്രം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് കമാൻഡർ ഇൻ ചീഫിന് അമേരിക്ക കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടില് എന്തിനാണ് പോയെന്ന് എനിക്ക് എന്റെ ഫെലോ പാനലിസ്റ്റ് വിശാൽ ചെറിയാന്റെ അടുത്തും അതുപോലെ സാമിനോടും ചോദിക്കാനുണ്ട്. മേ ബി സം അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ. ഫയൽസ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വേൾഡ് എക്കണോമിക്സിന്റെ ലിസ്റ്റില് പ്രധാനപ്പെട്ട ലിസ്റ്റിൽ ഒരു വ്യക്തിയായിരിക്കും മൻമോഹൻ സിംഗ്. അദ്ദേഹം ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ അല്ലാത്ത സമയത്ത് പോയി റൈഡ് നടത്തുക എന്നതിന് തുല്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരാളിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ. ചുമ്മാ ഒരു ദിവസം ഒരാളിനെ പിടിച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതും ടോം പറഞ്ഞതുപോലെ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ, നോട്ട് ഫോമർ പ്രസിഡന്റ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചോദ്യം ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഇറ്റ്? അവർ ഒരു ബേസിസ് ഇല്ല. യു ഹാവ് ടു ഗിവ് us the files. അങ്ങനെ ചോദിക്കുമ്പോൾ we have to ask them, these are the files we are looking for. അവർ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് പോയിട്ടുണ്ടെങ്കിൽ they have to be specific. ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലി അല്ലെങ്കിൽ വേഗ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഫാമിലി വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് കയറിയതിനു ശേഷം where's the files? This is like bullying actually. Bullying അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ.
ഇപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് വിശാലിനോട് ചോദിക്കാം. കാരണം വിശാല് തുടക്കം മുതലേ ഒരു ഗൂഢ മന്ദസ്മിതമൊക്കെ ഒളിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ആയുധങ്ങൾ കൈവച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് വിശാല. ഒന്നിപ്പോ ടോം പറഞ്ഞതുപോലെ തന്നെ അതീവ ദുഃഖത്തിലിരിക്കുന്ന ഒരു കുടുംബം എന്ന് ടോം പറയുന്നു. നമുക്കറിയില്ല ഡൊണാൾഡ് ട്രംപിനും ഫാമിലിക്കും എത്രത്തോളം ദുഃഖം അതിലുണ്ട് എന്ന കാര്യം നമുക്കറിയില്ല. വാട്ടെവർ അങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു കുടുംബത്തെ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ഒരു റെയ്ഡ് നടത്തുന്നു. പക്ഷേ അതേസമയം തന്നെ ട്രംപ് പറയുന്നു ഈ റെയ്ഡ് എന്ന് പറയുന്നത് അൺനെസസറി, അൺഅമേരിക്കൻ, അൺവാറന്റഡ്. അപ്പോ വിശാലിന് എന്താണ് പറയാനുള്ളത്? ടോം ഇവിടെ കോമഡി പറയായിരുന്നു, എനിക്കിവിടെ ചിരിക്കണോ എന്താ ചെയ്യണമെന്നൊരു പിടുത്തമില്ലായിരുന്നു. എനിവേ ടോം ഇവിടെ ആദ്യ ഭാര്യ മരിച്ചതിന്റെ സങ്കടമൊക്കെ പറയുന്നത് കേട്ടു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം അയാളുടെ ഗോൾഫ് കോഴ്സിലാണ് ആ ആദ്യ ഭാര്യ കുഴിച്ചിട്ട്. അവിടെ ആ കുഴിച്ചിട്ടതിന് കാരണം എന്താണെന്നറിയോ, ആ ഗോൾഫ് കോഴ്സ് ബറിയൽ ഗ്രൗണ്ട് ആക്കി. ബിക്കോസ് ഹി ഡോണ്ട് ഹാവ് ടു പേ ദ ടാക്സ്. ദാറ്റ് ഇസ് ദ റീസൺ. he has no എന്താ പറയാ, ഒരു മോർണിംഗും ഇല്ല, അങ്ങനത്തെ ഒരു വിഷമവും ഇല്ല. എനിവേ നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മുടെ മെയിൻ വിഷയം, he is always into cover up, he is always into crime, and now he is going through multiple investigation പൊക്കൊണ്ടിരിക്കുകയാണ്. മുമ്പേ ടോം പറഞ്ഞ പോലെ അവിടെ ഒരു രാത്രിയിൽ ഇറച്ചി കയറുമല്ലായിരുന്നു. ഇത് ഒരു മജിസ്ട്രേറ്റിന്റെ അല്ലെ ജുഡീഷ്യൽ വാറന്റുമായിട്ടാണ് അവിടെ നേരത്തെ തന്നെ അവരുടെ അറ്റോർണീസിനെ അറിയിച്ചതാണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി ഹാപ്പനിങ്. And the recent report is coming. 11 classified documents has been taken out. 11 classified documents. First of all, whether it is classified or unclassified, there is no reason to move those things from the White House. With whose authority he has taken? I mean, do you think I had to be a property? First of all, I know everything is unprecedented. First of all, no other president has ever tried this kind of crime ever in the history. That is why all this is happening. You're talking about, okay, ഇതുപോലത്തെ കാര്യം ഏതെങ്കിലും പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രസിഡന്റ് ഇതുപോലത്തെ ക്രൈം ചെയ്തിട്ടില്ല, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഒബാമ moved to with proper authority, he moved all these things and not classified documents. And that too, he has gone through the National Archives. They had gone through all these things, whether it is classified or unclassified, and then they moved all those things to the Presidential Library. Actually, that's a federal property or federal building another. അവിടേക്കാണ് അത് മാറ്റി, അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള വസതിയിലൊന്നും അല്ല കൊണ്ടുപോയത്. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ വസതി, അതും അദ്ദേഹത്തിന്റെ പെർമനന്റ് വസതി പോലും അല്ല. ശരി, സാമുമ്മൻ കുറെ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ അതിനോട് ആഡ് ചെയ്ത് പറയാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ട്രംപിന്റെ ആരോപണം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ 2024 എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ച് അടുത്ത പ്രസിഡന്റ് ആകാനിരിക്കുന്ന എന്നെ തടയാൻ വേണ്ടി മനഃപൂർവ്വം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ട്രംപിന്. അങ്ങെന്ത് പറയുന്നു? ഇവിടെ ട്രംപ് വിരോധികളില്ല. ഇവിടെ പേട്രിയോട്ടിക് അമേരിക്കൻസ് മാത്രമേ ഉള്ളൂ. അമേരിക്കൻസ് and we naturalized citizens are very much patriotic, and we want this country to progress in the right direction. Justice departments in the independence innum keep cheyunu. The President Biden did not even knew about the present one, and you may make allegations. നിഗൂഢതകളുടെ 4 വർഷമായിരുന്നു ട്രംപിന്റെ ഭരണം. തന്റെ മക്കളെല്ലാം ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ള ആളുകളെല്ലാം ആയിരുന്നു ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനുള്ളിൽ. അവരെല്ലാം ജയിലിൽ പോയത് വിശാൽ ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യമുണ്ട്, അവിടെ നടന്ന നിഗൂഢതകളെ എല്ലാം കൂടെ പാക്ക് ചെയ്ത് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് അവരുടെ അറ്റോർണിയുമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കുറച്ചൊക്കെ കൊടുത്തു, ബാക്കി കൊടുത്തില്ല. Why Garland has taken such a risk? Because he is a patriotic man, and he knew that there are criminal activities which has already taken place during the 4 years, and those papers were hidden at Mar-a-Lago, and it is not വളരെ lawful ആയിട്ടാണ് ഗാർലൻഡ് മുൻപോട്ട് നീങ്ങുന്നത്. എല്ലാ പേപ്പേഴ്സുകളും എല്ലാ കോർട്ട് ഇതുകളും വേണം. അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ട്രംപിന്റെ അറ്റോർണീസിന്റെ അവരുടെ അംഗീകാരം വേണമെന്നാണ് ഇപ്പൊ പറയുന്നത്. അതിനുവേണ്ടിയുള്ള സർട്ടിഫിക്കേഷന് വേണ്ടിയാണ് ഗാർലൻഡ് വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് ട്രംപിന്റെ മുഖം നോക്കിയാല് തന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പ്രതിഫലം അവിടെ വ്യക്തമായിട്ട് കാണാം. ഇനി ഒരു കാര്യം, ട്രംപും തന്റെ മക്കളും കൂടി 4 വർഷം വൈറ്റ് ഹൗസിനെ എ ഡാർക്ക്
ഹൗസാക്കി മാറ്റിക്കുന്നു. ഡോക്ടർ നിഷ, ഇപ്പോൾ സാമുമ്മൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടല്ലോ. വൈറ്റ് ഹൗസിനെ ഒരു ഡാർക്ക് ഹൗസ് ആക്കി മാറ്റിയ ട്രംപിന്റെ 4 വർഷത്തെ ഭരണകാലം. മാത്രവുമല്ല, ആ 4 വർഷം എന്ന് പറയുന്നത് നിഗൂഢതകൾ, ഒരു ഡ്രാക്കുള ബംഗ്ലാവിലൊക്കെ നടക്കുന്നത് പോലെ, ആ കാസിൽ നടക്കുന്ന പോലെയുള്ള ചില നിഗൂഢതകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം പെറുക്കി കെട്ടി പാക്ക് ചെയ്ത് പെട്ടികളിലാക്കി മാരാലാഗോയിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ നിഷയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ്? ഈ റെയ്ഡിന്റെ പിന്നിൽ എന്താണ്? അമേരിക്കാവിന്റെ ചരിത്രത്തിലെ ഇത്രയോ ഒരു വളരെ സംഭവമാണത് എപ്പോഴും നടക്കില്ല. ഇത് ഒരു കെട്ട കാര്യം, as well as it is a left wing in a study. This is not a dark force of Trump. It is actually the people who are creating an anti-American thing. And that is why we need to make sure, as true patriots of America, we need to speak up. And this is Merrick Garland, Attorney General. He has Attorney General has given the Vyakta Paramai. He has given the search warrant, but Trump has always he has cooperated. And in Mar-a-Lago, this type of FBI raid is something like very, very unprecedented. Idu oru sadiyana, vallara sadiyana, and this is this is unprecedented. And Tom Parinjanapol, like all those 33,000 emails with her Hillary Clinton, no raid was done. What happened to the Hunter Biden laptop? No, nothing was done, and he's not like an official. So why the raid has not happened in their home? Why? And every time there were these paperwork, he has already given so many boxes, and it was his property that he has taken. And now they come for 11 unclassified or classified documents, like Cherian Parenadupol. This is not right, because you can plant anything in there, and then you can say this is what we found. So that is why even Trump has his own things set up in there, so that everything will be revealed out very, very soon. Jan Sextel, like how many deaths was there? There was only Ashley Babbitt. Where were the pipe bombs? Who planted it? Why did not Nancy Pelosi allowed anyone to police to be, when Trump asked for extra support? These people, they want Biden Trump unqualified ചെയ്യുന്നത്. That is what his plan is. They want to disqualify him for the next presidential election, because they are feared, they are afraid, the bayam. That's what it is. Okay. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിൽ ഒരു ഇടവേളയാണ്. വെൽക്കം ബാക്ക് ടു അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക്. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അടക്കം ഈ പറയുന്ന രേഖകളിലുണ്ട്. അത് മാത്രമല്ല, ഇനി അത് നമ്മൾ മാറ്റിവെച്ചാൽ തന്നെ ഇപ്പോൾ വിശാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ക്ലാസിഫൈഡോ അൺക്ലാസിഫൈഡോ ആയിക്കൊള്ളട്ടെ, ഒരു അമേരിക്കൻ പ്രസിഡന്റിനും തോന്നിയിട്ടില്ല വൈറ്റ് ഹൗസിൽ നിന്ന് ഇത്തരത്തിലുള്ള രേഖകൾ എടുത്തുകൊണ്ട് പോകാനായിട്ട്. എന്തുകൊണ്ട്? ഇത് ട്രംപിനെ ബിലോങ് ചെയ്യുന്നില്ല, ട്രംപിന്റെ ഫാമിലിക്ക് ബിലോങ് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട് ട്രംപ് അത് എടുത്തുകൊണ്ട് പോയി? അങ്ങനെ ഒരു ചോദ്യം കൂടി വിശാൽ ഉയർത്തുന്നുണ്ട്. അറിവില്ലായ്മ ഒരിക്കലും ഒരു ക്രൈം അല്ലല്ലോ. വിശാലും അതുപോലെ തന്നെ സാമുമ്മനും ഘോര സംസാരിച്ചൊരു കാര്യമാണ്. സാമുമ്മൻ പറഞ്ഞത് ട്രംപ് ആൻഡ് ഹിസ് കിഡ്സ് എന്നാണ് പറഞ്ഞത്. അത് തെറ്റുപറ്റിയതായിരിക്കും. ബൈഡൻ വാസ് വൈസ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഹണ്ടർ ബൈഡൻ, ആരെങ്കിലും അണ്ടർ ദ ഏജ് ഓഫ് 17 ഉള്ള സമയത്ത് ഗൂഗിളിലും മറ്റും ഒന്ന് യൂട്യൂബിലൊന്നും ചെക്ക് ചെയ്യരുത് ഹണ്ടർ ബൈഡൻ എന്ന്. വളരെ വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. You can judge a tree by its fruits. കഴിഞ്ഞ 4 വർഷം when Trump era, Trump was working, Trump was a president, ഈ കൺട്രിയെ മാത്രമല്ല ലോക സമാധാനം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബോംബ് ട്രംപ് ചെയ്തിരുന്നോ? whereas now അവരുടെ യഥാർത്ഥ പ്രോബ്ലത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വെപ്പനൈസിംഗ് ആണ് ഈ FBI യൂസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ആർക്കൈവ്സിന് കൊടുക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെന്തിന് ട്രംപിന്റെ സ്വകാര്യ വസതിയിലേക്ക് കൊണ്ടുപോകണം? ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാവുമോ? ട്രംപിനോട് ചോദിക്കും. ട്രംപ് ഇസ് 75 അല്ല, അപ്പൊ ഇത് എവിടെ പോയി? അത്തരത്തിൽ ഉള്ള രേഖകളാ അത് ഒന്നുകിൽ അല്ലെങ്കിൽ മിസ്സിംഗ് ആണെന്ന് ഡൊണാൾഡ് ട്രംപ് ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ അദ്ദേഹം തന്നെ അറിയിക്കണം. ഇത് മിസ്സിംഗ് ആണെന്ന് ഇല്ല, ഇതിന്റെ നാഷണൽ ആർക്കൈവ്സിൽ എത്തിയിട്ടില്ല, പിന്നെ അത് എവിടെ പോയി? ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നോക്കിയല്ലോ, കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കാനാണല്ലോ റീഡ്.
They don't have any clue. കണ്ടുപിടിച്ചെങ്കിൽ we could say that there was some reason for it. ഇപ്പൊ നമ്മൾ പറയുന്ന ഉള്ള ഒരു സാധനത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലാത്ത ഒരു സാധനത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? So that's what happened here. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന ബൈഡന്റെ വീക്ക്നെസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയ പൊളിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു വെപ്പൺ ആണിത്. ലാസ്റ്റ് വീക്കിൽ തന്നെ നോക്ക്, he is totally a failure president. He don't have, whereas we are suffering here in this country. മാനവരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു റൈഡ്, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടെ വ്യക്തി ഒരു പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഇവരുടെ വീക്ക്നെസ്സസ് കാണിക്കാൻ വേണ്ടി മാത്രം. എക്കോണമി ഇസ് റിയലി ടെറിബിൾ ഹിയർ. നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ we cannot burn our fingers. Our stock market is crashed. We have nothing positive in this country. It affects the whole world. അമേരിക്കയിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, US-ന് ഒരു ചെറിയൊരു ഫീവർ പിടിച്ചാൽ the world will get the pneumonia. Why this world is suffering today? Because we do not have a strong president in this country. അതിന്റെ വീക്ക്നെസ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വിശാല, ഇപ്പോ ടോം തുടക്കത്തിൽ പറഞ്ഞ ശ്രദ്ധിച്ചു കാണുമല്ലോ, 4 വർഷം ലോക സമാധാനത്തിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് മെസ്സഞ്ചറായിട്ട് കരുതിയിരുന്ന ഒരു വ്യക്തി ഡൊണാൾഡ് ട്രംപ്, അതേപോലെ തന്നെ വളരെ ശാന്തനും സൗമ്യനും മര്യാദക്കാരനും ഒക്കെ ആയിട്ട് 4 വർഷം അമേരിക്കയെ ഭരിച്ച ആ മനുഷ്യനോടാണോ നിങ്ങൾ ഈ ക്രൂരത കാണിക്കുന്നതെന്നാണ് ടോം ചോദിച്ചത്. അതെ അതെ അതെ, ഭയങ്കര സമാധാനമായിരുന്നല്ലോ, എല്ലാവർക്കും സമാധാനമായിട്ട്. അങ്ങനെയാണല്ലോ കോവിഡും എല്ലാം വന്ന് ലോക സമാധാനം തന്നെ പോയത്. എനിവേ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ആക്ച്വലി Tom is totally ill-informed. And even Dr. Nisha, I'm so sorry about, guys are in the MAGA world. അവരുടെ ഈ പാർച്ചിലെല്ലാം ഈ MAGA വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. They have conspiracy theories, they have conspiracy online sites, and that is the thing, narrative these people are saying, these both are saying. Actually, they have no idea about what is going on, what was the search warrant, and how many boxes of things have been taken from his premises, from his residence. All these things they are not aware about. They are all thinking it is just conspiracy. That is the thing happening here. Recently, today's reports are coming right now. There are 11 classified documents has been removed from his property. And that is why the raid was happening. Because past 2 years, they were repeatedly asking to return all those documents. And this is high security stuff was in his building. And they clearly know which safe they were in. And the reports are saying there was a clear leak was there from the insider. Some of these people who are with him are actually patriots. And that is why this search has happened. And they know clearly where these documents were sitting, and that safe was being opened up. And it is not in the night it has happened. It is properly handled. It was served അവരുടെ മജിസ്ട്രേറ്റിന്റെ അടുത്തുനിന്ന് കറക്റ്റ് ആയിട്ട് സെർച്ച് വാറന്റ് എടുത്ത്, ആ സെർച്ച് വാറന്റ് പ്രൈവറ്റ് സിറ്റിസന്റെ മേൽ കിട്ടാൻ എത്ര പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയോ? അതെല്ലാം എന്താണ് അവിടെ ഇരിക്കുന്നത്, എവിടെയാണ് അവിടെ ഇരിക്കുന്നത്, ഇതെല്ലാം കാണിച്ചിട്ടാണ് അവർ ആ സെർച്ച് വാറന്റ് സെർവ് ചെയ്തത്. And then they went and took it out. And now the reports are coming. We need to know the truth. Here crime is happening in the daylight. And now you are all trying to cover up those things. What is outrageous? Attacking the US Capitol on January 6th. Why you are not outrageous about that? Why you are not saying about it is unprecedented? These are the things trying to steal the election and trying to create a fake. No, let me finish it. Trying to create a fake electors. Trying to Trump, urges the Justice Department to declare the election corrupt. And even though he is losing the election, he declared himself as president. These are the things who are unprecedented. And now he has been this is bank മോഷണം ചെയ്തിട്ട് പറയുവാണ് എന്റെ അക്കൗണ്ടിൽ അവിടെ പൈസ കിടപ്പുണ്ടായിരുന്നു എന്ന്. അതേപോലത്തെയാണ് അയാൾ കാണിക്കുന്നത്. He is he did a bank robbery. It's that's the way that I am just trying to make you understand. He removed the documents which is highly classified from White House to his private residence. That you don't think it is a serious issue? I don't know, I don't think which issue he will consider as serious. All this MAGA world or the Republican people, which one you'll consider as serious? This is totally he's acted as a traitor. I think I'm 100% sure Trump has intention to sell these documents to our enemy. That is the main reason. I know he's capable of doing that. ഡോക്ടർ നിഷയ്ക്ക് ആൻസർ പറയാം.
Yeah, idu oru Russian hoax endu parayanalla. This is the exact same thing. They had the Russian collusion. What happened? Nothing happened. Until proven nobody is guilty. Yeah, until you guys have keep saying that there is something. Show us what they have. There is nothing. He didn't do anything, and he tried every possible way to protect the capital, and that whole January 6th commission or Texas congressman Troy Nelson, he was there with the weapon trying to protect everybody, and he was the real witness. And even FBI went inside his room without his permission, and they were looking at the drawings what he had on the board, and there was no explanations given by the FBI. We need to have trust on the FBI, and this has actually moved the trust away from it. The left has taken so much of a domination on the world, and this is not right. And Cherianne Trumplicans and engalde pair, like, you know, Sam has given us, but this is not like right. We never. I just want to correct Nisha there. Three people had gone for Russian collusion. Do you know that? Yes, Lev Pramas, yes. the two Russian nationals, and George At the Papadopoulos. end of the day, Do you know that? It was They all were this. insiders. There was no Russian They were collusion. insiders. And if it was true, Yes. Trump is the no-war president, like Tom said, and Putin did not have the guts to go into the war, or Kim Jong-un with his letter that Trump wrote, no war from Korea. And after that, now China is putting missiles on Taiwan, as well as look at Kim Jong-un. He's demonstrated the nuclear missiles. Until California get hit, then you guys won't understand the value of Trump. So that is why, but we don't want any bad things to happen, because we are real patriots, because Trump did not want to divide the country. And so he did not open a third party. He kept, but we want the rhinos to be removed, and we want the Democrats not influencing the rhinos. That is why Trump Republicans are very strong. And now in the primaries in 2024, the whole wave is going to be a red wave. Dr. Nisha, this is not Thank about the you. letter. This is not about the letter which Kim Un-Jon or who wrote. This is about the classified material. But let's stop You the will war. know. You will know the details Let's soon. stop the nuclear I mean, war. this is ഡോക്ടർ like ഒരു you കാര്യം are കൂടെ living in ഉണ്ട്. the എന്റെ mother ഓർമ്മ world. ശരിയാണെങ്കിൽ ഞാൻ എവിടെയോ വായിച്ചിരുന്നു, ഈ ക്യാപിറ്റോൾ ഇൻസിഡന്റിന് ശേഷം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ട്രംപിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഇല്ല എന്ന്. പല കാര്യങ്ങളും ഇനി അദ്ദേഹത്തിന് പറഞ്ഞു ഫലിപ്പിക്കാൻ പോലുമുള്ള പവർ ഇല്ല എന്നാണ് പറയുന്നത്. Trump Yes, can I tell you about that? requested police Yes. force. Yeah. Trump has requested National Guards. Mayor Muriel Bowser as well as Nancy Pelosi have declined it. Now, after Okay. Abbott is Here- sending so many people over there to the capital city, now Muriel Bowser is requesting National Guards. So Trump did Look at the narrative changing. Here is Some- the thing. some Here is the moment. thing. Yes, here is the thing. These people are talking out of reality. Don't just say something. You have to give proof. And there is nobody working against this country. All the people are working for the country. And what was the peace during the 4 years of Trump's administration? We could ever, and what happened? If you are talking about taxes, and who was benefited out of it? And all the common people and the people under the poverty line, they become more poor. And the rich has become more rich. And he was conniving or doing espionage with Putin and Jong-un. Those were not peace. Those were submission of the American government. And we are lucky that he has been defeated, and he can't even have the mind to accept a defeat. And you say that he is going to be the presidential candidate for the Republicans? No way. No way. That's what I wanted to ask Tom. ടോം, ഈ ഒരു സംഭവത്തിന് ശേഷം, ഈ ഒരു റെയ്ഡിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ വരാനുണ്ട്. അതായത് 11 ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് കിട്ടി എന്ന് FBI പറയുന്നു. അത് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. എന്നാൽ തന്നെയും ട്രംപ് ഇതിനെ പൊളിറ്റിക്കലി എങ്ങനെ നേരിടും? ട്രംപിന്റെ ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താവുമെന്ന് ടോം കരുതുന്നു? 2024 ടോം വിചാരിക്കുന്നത് പോലെ തന്നെ വീണ്ടും അതിശക്തനായ ഒരു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വീണ്ടും വരുമോ, ഉയർത്തെഴുന്നേൽക്കുമോ? ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം I feel sympathy for him because he haven't committed any crime. ഒരു സ്പീഡിംഗ് ടിക്കറ്റ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തോട് എനിക്ക് സിമ്പതി ഉണ്ട്. അതുപോലെ തന്നെ I feel sorry for Biden. വളരെ ശക്തമായിട്ട് പൂർവാധികം ശക്തിയോടുകൂടി ഡൊണാൾഡ് ജെ ട്രംപ് ഇപ്പൊ ഇതുപോലെ റിഗ്ഡ് എലക്ഷൻ ഇല്ലെങ്കിൽ ട്രംപ് തിരിച്ചു വരും. ഇപ്പം
Vishak Cherian പറഞ്ഞിരുന്നു, during his tenure being a president, COVID വന്നു എന്ന് പറഞ്ഞു. കോവിഡിന്റെ ഉത്തരവാദി ട്രംപ് ആണോ? ഇന്നിപ്പോ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ്, what are the super powers in this world? The top one says China, second one says United States. You know why? Because of this Biden. If Trump was there, this would never happen. You know what? Trump has trade with China. His children have trade with China. He was becoming richer and richer, having trade with China. Please don't bring that into this. No, you're wrong. Absolutely wrong. China is buying a lot of farmlands and everything in the US. Yeah, that's not true. Sam, that's not true. You know what happens here? He's one of the richest guy in this country before the election. And after he became the president, he lost his assets value. And some people always say that he don't pay taxes. You have to learn the basic accounting principles, how you handle certain bankruptcy law when you comply with the tax laws. You know, people are misleading the world. Trump don't pay taxes. That's not true. If your tax law and the president's tax law are same, it is not different from something. Over here, we are talking about White House. It is the most secure places, cameras after cameras. If you have taken classified documents, 11 of them, where is the camera? What happened to these people to trace them? They could have gotten it all this time. After how many years? 1.5 years? You know, this is simply showing your Democrats. You know, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 74,000 പാട്രിയോട്സ് ആയിരുന്നു ട്രംപിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ 94 million patriots are supporting, because you guys are losing the Democrats vote പോകുന്നത് കൊണ്ട് you are trying to make some kind of magic to tarnish a sitting president. You guys don't have even one single point. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ രേഖകൾ എന്തായിരുന്നു, ഏതൊക്കെ രേഖകളാണ് FBI കണ്ടെടുത്തത്, വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു ടോം ജോർജ് കോലത്ത്, സാമമ്മൻ, വിശാൽ ചെറിയാൻ ആൻഡ് ഡോക്ടർ നിഷ. താങ്ക് യു സോ മച്ച്. വൈറ്റ് ഹൗസിൽ നിന്ന് കാണാതായതും എന്നാൽ നാഷണൽ ആർക്കൈവ്സിൽ എത്താത്തതുമായ ആ രേഖകൾ എവിടെ പോയി നേരറിയാൻ FBI ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിൽ അടുത്ത വാരം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.